Boche Gold and Diamonds. Buy now, pay later. ഒയാസിസ് മദ്യ കമ്പനി പ്ലാന്റ് നിർമ്മിക്കുന്ന എലപ്പുള്ളി മണ്ണുകാടുള്ള സ്ഥലത്ത് കൊടിനാട്ടി കോൺഗ്രസും ബി.ജെ.പിയും. കമ്പനിക്കായി വ്യാജരേഖയുണ്ടാക്കി സ്ഥലം കയ്യേറിയതായി പരിസരവാസികൾ ആരോപിച്ചു. ഒയാസിസ് മദ്യ കമ്പനി സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പിയും ബി.ജെ.പി ജില്ലാ ജനറൽ സെക്രട്ടറി എ.കെ. ഓമനക്കുട്ടനും പറഞ്ഞു. ഈ നാടിന്റെ സ്വന്തമായിരിക്കും ഇത്. മറ്റേ മധ്യപ്രദേശുകാർ കൊണ്ടുമില്ല. രൂക്ഷമായ ജലക്ഷാമം നിലനിൽക്കുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും മദ്യക്കമ്പനിയുടെ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി പറഞ്ഞു. സർക്കാർ ഉടമസ്ഥതയിലുള്ള മലബാർ ഡിസ്റ്റിലറിക്ക് വെള്ളം നൽകാൻ കഴിയാതെയാണ് രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന എലപ്പുള്ളിയിൽ മദ്യക്കമ്പനിക്ക് വെള്ളം നൽകാമെന്നേറ്റ് അനുമതി നൽകിയതെന്നും പരാതിയുണ്ട്. പ്രകൃതി ചൂഷണം നടത്തിയതിനും അഴിമതിയിലും പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണ് ഒയാസിസ് എന്നും എം.പി പറഞ്ഞു. ഈ കമ്പനി ഒരുപാട് അഴിമതി ആരോപണങ്ങളിലും പ്രകൃതിയെ ചൂഷണം ചെയ്ത കാര്യത്തിലും പ്രതിക്കൂട്ട് നിൽക്കുന്ന കമ്പനിയാണ്. ആ കമ്പനിയെ വെള്ള പൂശിക്കൊണ്ട് ഇവിടെ കൊണ്ടുവരാം. 600 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ധാരാളം തൊഴിൽ കിട്ടും, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടും എന്നൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മന്ത്രിസഭ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം മന്ത്രിസഭയുടെ കടലാസിൽ മാത്രമേ, ഫയലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു കാരണവശാലും ഇവിടെ നടപ്പാക്കാൻ സമ്മതിക്കില്ല. കാരണം അത്രയേറെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഈ സ്ഥലത്ത് ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ അഴിമതി ലക്ഷ്യമാക്കി അങ്ങനെ ഒരു കമ്പനി കൊണ്ടുവന്നാൽ അതിനെ അതിശക്തമായിട്ട് എതിർക്കും. ആ കമ്പനിയുടെ പ്രതിനിധികൾക്ക് പോലും ഈ പ്രദേശത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള അതിശക്തമായ ബഹുജന പ്രക്ഷോഭം മന്ത്രിസഭ കാണേണ്ടി വരും, ഗവൺമെന്റിന് നോക്കേണ്ടി വരും. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലത്ത് മദ്യക്കമ്പനിക്ക് പ്രവർത്തന അനുമതി നൽകിയത് ദുരൂഹമാണെന്ന് ബി.ജെ.പി നേതാവ് ഓമനക്കുട്ടൻ പറഞ്ഞു. CPM സമ്മേളനങ്ങൾക്ക് ചെലവാകുന്ന കോടിക്കണക്കിന് രൂപ മദ്യക്കമ്പനിയുടെ സ്പോൺസർഷിപ്പാണെന്നും ഓമനക്കുട്ടൻ ആരോപിച്ചു. കുടിവെള്ളക്ഷാമം ഏറ്റവും രൂക്ഷമായി ജനങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് ഈ മണ്ണുകാട് പ്രദേശം. ഇതുപോലെ ഒരു സ്ഥാപനം വന്നാൽ വലിയൊരു അപകടം പതിയിരിക്കുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ സമര പരിപാടികളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോവുകയാണ്. നാളെ ആദ്യപടി എന്ന നിലയിൽ നാളെ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വൻ സമരത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. ഇതിനിടെ തങ്ങൾ അറിയാതെ തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി മദ്യക്കമ്പനിക്ക് മറിച്ചുവിറ്റു എന്ന ആരോപണവുമായി സമീപവാസികളായ ദേവി, കനക, സുമിത്ര എന്നിവർ രംഗത്തെത്തി. ഇവരുടെ ആധാരം കൈവശപ്പെടുത്തി പരിസരവാസി സ്ഥലം കമ്പനിക്ക് വിൽക്കുകയായിരുന്നു എന്നാണ് പരാതി. സ്ഥലത്തിന്റെ കരമടച്ച രസീതുകളും അവർ ഉയർത്തി കാണിച്ചു. 2 ആഴ്ചന്റെ മുന്നേ ഞങ്ങൾ ഇവിടെ പഞ്ചായത്തിൽ വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു. വില്ലേജിൽ പോയപ്പോൾ കമ്പനിക്കാർ ഈ സ്ഥലം കയ്യേറിയിരിക്കുകയെന്ന് പറഞ്ഞു. സ്ഥലം കമ്പനിക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിൽ പർവിജം പറഞ്ഞ വ്യക്തിയും അപ്പുക്കുട്ടം പറഞ്ഞ വ്യക്തിയും കൂടിയിട്ട് കമ്പനിക്കാർക്ക് മറിച്ചു വിറ്റിരിക്കുകയാണ്. ഞങ്ങളുടെ അതിൽ ആധാരം ഉണ്ടായിരുന്നില്ല. നികുതി കെട്ടിയ കടലാസുകളുണ്ട്. അടിയാധാരങ്ങൾ മുഴുവനും ഈ പർവിജം പറഞ്ഞവരുടെ കയ്യിലായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ കുറെ തവണ അവരുടെ വീട്ടിൽ പോയിട്ട് അതിന്റെ ഫോട്ടോസ്റ്റാറ്റോ എന്തെങ്കിലും ചോദിച്ചപ്പോൾ അവര് ഞങ്ങളുടെ ഇല്ല, ഇത് വിറ്റുപോയിരിക്കുകയാണ്, കമ്പനിക്കാർ ഡൽഹിയിലെ ഒരാൾക്കാരാണ് വാങ്ങിയിരിക്കുന്നത്, ഞങ്ങളുടെ ആധാരമില്ല, നിങ്ങൾ വേറെ പോകും വഴി എന്തെങ്കിലും നോക്കിയും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇതിൽ രംഗത്തിറങ്ങി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭൂമി അത്തരത്തിൽ കൈമാറാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിച്ച വി.കെ. ശ്രീകണ്ഠൻ എം.പി നഷ്ടപ്പെട്ട ഭൂമി ഇവർക്ക് ലഭ്യമാക്കാൻ ഇടപെടുമെന്നും പറഞ്ഞു. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.